ബന്ധപ്പെട്ട് അതിൻ്റെ ടെക്സ്റ്റിൽ അതിൻ്റെ മത്തിനിൽ ഷിർക്കുണ്ട് എന്ന് ഫൈസൽ മൗലവി അന്ന് പറഞ്ഞു. അതിൻ്റെ ഇല്ലത്ത്, അതിൻ്റെ റീസൺ ഫൈസൽ മൗലവി പറഞ്ഞത്, അങ്ങനെ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അയാൾക്ക് അഭൗതികമായ വിശ്വാസം ഉണ്ടാകുമെന്നും നബി കാണും അറിയും എന്ന വിശ്വാസം, അല്ലെ നബി അറിയും കേൾക്കും എന്ന വിശ്വാസം ആ പോകുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അത് ഷിർക്ക് തന്നെയാണ് എന്ന് ഫൈസൽ മൗലവി പറഞ്ഞു. പിന്നീട് 2018 പരപ്പനങ്ങാടിയിൽ ഫൈസൽ മൗലവി ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മത്തിനിൽ ഷിർക്കാണോ അല്ലേ എന്ന് നമുക്ക് അറിയില്ല എന്ന് ഫൈസൽ മൗലവി പറഞ്ഞു. കാരണം ആ റജുല് എന്താണ് മജ്ഹൂലാണ് എന്ന നിലക്ക് ഫൈസൽ മൗലവി പറഞ്ഞിരുന്നു. അപ്പോൾ ആ വിഷയത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നിലപാട് എന്ത്? കാരണം ഷിർക്കായൊരു സംഗതി ഷിർക്ക് അല്ലാതാവില്ലല്ലോ. ഷിർക്കാണെങ്കിൽ അത് എപ്പോഴും ഷിർക്ക് തന്നെയാണ്. അതായത് ഇപ്പോൾ ദുആക്ക് വേണ്ടി അപേക്ഷിക്കുന്ന വിഷയമാണെന്നുള്ളത് വ്യക്തമാണല്ലോ. അൽഹംദുലില്ലാഹ്, രണ്ടും തമ്മിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല, രണ്ടും ഒന്നാണല്ലോ. ആ ടെസ്റ്റിലല്ല ഷിർക്ക്. തേടുന്ന ആൾ താങ്കൾ തന്നെ പറഞ്ഞല്ലോ, തേടണമെങ്കിൽ സ്വാഭാവിക നബി കേൾക്കും, നബി കാണും, നബി അറിയും എന്ന വിശ്വാസം ഉണ്ടാകുമ്പോഴേ തേടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ആ വിശ്വാസം ഉണ്ടെങ്കിലോ ഷിർക്ക് തന്നെയാണ്, ഒരു സംശയവുമില്ല. അപ്പോൾ ഒരു വാചകത്തിലല്ല ഷിർക്ക്, ഉദ്ദേശിക്കുന്ന ആളിലാണ്. അതാണ് അവിടെ പറഞ്ഞത്. അത് രണ്ടും ക്ലിയറാണ്. അത് പരപ്പങ്ങാടി മുഖാമുഖം കഴിഞ്ഞ് പിന്നീട് മൂന്നാമതൊരു മുഖാമുഖത്തിൽ ഇതേ ചോദ്യം വന്നിട്ടുണ്ട്, മഞ്ഞപ്പെട്ടി മുഖാമുഖം. അതിന് സെർച്ച് ചെയ്താൽ കിട്ടും. ഇതേ ചോദ്യം അവിടെ ഒരാൾ വന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ വളരെ വ്യക്തമായി ഇത് പറഞ്ഞിട്ടുമുണ്ട്. അതിൽ ഒരു അവ്യക്തതയും ആ വിഷയത്തിലില്ല. ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. ഒരു വിശ്വാസമാണ് ഷിർക്കിൻ്റെ ബേസ്. ഏത് കാര്യം ഷിർക്കാകുമ്പോൾ അതിന് പിറകിൽ ഒരു വിശ്വാസമുണ്ടാകും. അതുകൊണ്ടാണ് ഈ വിഷയം പറഞ്ഞുകൊടുത്ത് ചില സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ സമസ്തക്കാരായ ആളുകൾ ഇലാ ഹദറത്ത് റൂഹി നബിയ്യ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി ഫാത്തിഹ എന്ന് പറഞ്ഞാലും ഷിർക്കാണ്. അതിനർത്ഥം ഫാത്തിഹ ഓതുന്നത് ഷിർക്കാണെന്നാണോ? അല്ല. എന്തുകൊണ്ടത് പറഞ്ഞു? അവർ അൽഫാത്തിഹ വിളിക്കുമ്പോൾ അവരുടെ വിശ്വാസം എന്താണ്? ഈ അൽഫാത്തിഹ വിളിക്കുന്ന നബി തങ്ങൾ കേൾക്കും, നബി തങ്ങൾ അറിയും, നബി അത് സ്വീകരിക്കും, അതുവഴി നബിക്ക് എൻ്റെ കാലത്ത് തൃപ്തിയാകും, നബി എന്നെ സഹായിക്കും എന്നൊക്കെ വിശ്വാസമുണ്ട്. അവിടെ അവർ ഓതിയത് ഫാത്തിഹയാണ് എന്നതുകൊണ്ട് അത് ഷിർക്കാവാതിരിക്കുകയില്ല. അതാണ് ഏതിൻ്റെയും ബേസ്. അഭൗതികമായ വിശേഷണങ്ങൾ, അഭൗതികമായ വിശ്വാസങ്ങൾ ഒരു പടപ്പിനെ പറ്റിയുണ്ടോ അത് ഷിർക്കായി. അത് നേരത്തെ മാലി സഫി പറഞ്ഞ അള്ളാഹുവിൻ്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ പങ്കു ചേർക്കൽ വന്നാലാണ് ഷിർക്ക്. അതിൽ പങ്കു ചേർക്കൽ വരുന്നില്ലേ ഷിർക്കാവുകയില്ല. ഇത് അഹ്ലുസുന്ന വിശദമായി നൂറ്റാണ്ടുകളായി പഠിപ്പിച്ചതാണ്. അത് ഖുർആൻ്റെ അധ്യാപനമാണ്. അതാണ് 100 കൊല്ലം മുജാഹിദീങ്ങളും പറഞ്ഞത്. അഭൗതികത കൽപ്പിച്ച ഷിർക്കായി, ഇല്ലേ ഷിർക്കില്ല. അത് ഇസ്തസ്ഖിക്കും ബാധകമാണ്, എല്ലാത്തിനും അത് ബാധകമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ല, അതിൻ്റെ മത്തിന് എന്ന് പറയുമ്പോൾ റജുല് പെടൂലേ? ഇല്ല, മത്തിന് വേറെ റജുല് വേറെ. അല്ല, ആ ഫൈസൽ മൗലവി പറഞ്ഞ ആ വ്യക്തി വരാണെങ്കിൽ ലാസിമായി നിർബന്ധമായിട്ട് അവിടെ വിശ്വാസം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു 2013. അവിടെ പറഞ്ഞ ആ വന്ന വ്യക്തിയെ പറ്റിയാണ് പറഞ്ഞത്. ഒരാൾ വന്നു എന്നാ റിപ്പോർട്ട് വരുന്നത്. ആ ആൾ ആരാണ്, അയാളുടെ വിശ്വാസം എന്താണ് ഒന്നും അറിയില്ല. അയാൾ മുസ്ലിമാണോ അല്ലേ, അയാൾ സഹാബിയാണോ അല്ലേ, അയാൾ ഏത് ഉദ്ദേശത്തിൽ വന്നതാണ്, അയാൾ ഇനി വന്നിട്ടുണ്ടോ ഇല്ലേ ഒന്നും നമുക്കറിയില്ല. സംഭവം തന്നെ ഒഴീഫാണ്, സംഭവം തന്നെ ഒഴീഫാണ്. അപ്പം പിന്നെ ഇല്ലാത്തൊരു കഥയാണ്. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത കഥയിൽ ഒരാളെന്ന് കാണുമ്പോഴേക്ക് അയാൾ മുസ്ലിക്കായോ ചോദിച്ചാൽ അതിൻ്റെ ബാധ്യത നമുക്കില്ലല്ലോ. അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. ആ വ്യക്തിനെ ആരും അറിയില്ല, ആ സംഭവം ഉണ്ടായിട്ടുമില്ല, ദുർബലമായ സംഭവമാണ്. അയാൾ ഈ ദുർബലമായ സംഭവത്തിൽ ഒരാൾ ഖബറിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് ഉദ്ധരിച്ചുകൊണ്ട് മാത്രം അതിൽ വിധി പറയാൻ പോകേണ്ട കാര്യമില്ല. എന്നാൽ ഇന്ന് പോകുന്ന കുറേ റജുലുണ്ട്, ഇന്ന് പോകുന്ന കുറേ റജുല് പേരുണ്ട്, ഓരോ വിശ്വാസം ശിർക്ക് അടിസ്ഥാനമാണ്, അതുകൊണ്ട് അവർ ശിർക്കുമാണ്. ഇതാണ് ഇവിടെ പറഞ്ഞത്. ഇനല്ല അന്ന് പോയ ആളെ കിട്ടി, അയാളെ വിശ്വാസം ചോദിച്ചറിഞ്ഞു, അയാളെ വിചാരണ ചെയ്തു, അയാളെ അക്കീദ എന്താ മനസ്സിലായിട്ട് നമുക്ക് വേണേൽ അപ്പോൾ പറയാം. പക്ഷെ അങ്ങനെ ആൾ പോയിട്ടുമില്ല, അയാൾ ഉണ്ടായിട്ടുമില്ല, ആ സംഭവമില്ല. ഇതാണ് പരപ്പനങ്ങാടി പറഞ്ഞത്. ശരി. പിന്നെ ഒരു ചോദ്യം വെച്ചാൽ, വസീലത്തു ഷിർക്ക് ഷിർക്കിൻ്റെ ഗണത്തിൽ പെടൂല എന്നുള്ളതാണല്ലോ ഉസൂല്. അപ്പോൾ ധാരാളം സലഫി പണ്ഡിതന്മാരുടെ കിതാബുകൾ, ഷെയ്ഖ് ഇബ്നു തൈമിയ അടക്കം ഇബ്നു സൈമൻ അടക്കമുള്ളവരുടെ കിതാബുകളിൽ ദരിഅത്തുൻ ഇല ഷിർക്ക് എന്നും ബിദഅത്തുൻ ദലാല എന്നും ഈ ഇസ്തിഷ്ഫാവുമായി ബന്ധപ്പെട്ട സംഭവത്തിന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് അപ്പം നിങ്ങൾ വിശദീകരിക്കുക? അപ്പോൾ ജിന്നുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷിർക്കായതുമുണ്ട്, വസീല ആയതുമുണ്ട്, ആയതിനാൽ എല്ലാം ഹറാമാകും എന്നതിൽ ഈ വഫാത്തായവരോടും അത് പെടുത്താത്തത് എന്തുകൊണ്ട് എന്നൊരു ക്ലാരിഫിക്കേഷൻ. ഇതൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച മഞ്ഞപ്പെട്ടി മുഖാമുഖത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആളുകൾ സമയം ലാഭിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. വളരെ വ്യക്തമായി ഏതാണ്ട് 4-5 മണിക്കൂർ സമയം നീണ്ടു ചെന്ന മുഖാമുഖമാണ്. അവിടെ ഈ വിഷയം വിശദമായി ചർച്ചയ്ക്ക് വന്നു. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പഠിക്കൽ ഉദ്ദേശമാണെങ്കിൽ അത് മതിയാകും എന്നാണ് തോന്നുന്നത്. ഷിർക്ക്, ദരിയത്തു ഷിർക്ക്, അതേപോലെ സമാനമായ വ്യത്യസ്തമായ പ്രയോഗങ്ങൾ
പണ്ഡിതന്മാർ പഴയകാലം മുതൽ ഉപയോഗിച്ച് പോകുന്നത്. ഇതിന് മാത്രമൊന്നുമല്ല, പല വിഷയത്തിലുണ്ട്. ഇപ്പോൾ ഖബർ സിയാറത്തിനെ പറ്റി ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ സാദുൽ മആദിലും ഇഗാസത്തുൽ ഹുഫാലിലും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ കാണാം ഒരു കാലത്ത് ഖബർ സിയാറത്ത് പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു. പിന്നീട് പ്രവാചകൻ പറഞ്ഞു, ഞാനത് പാടില്ല എന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾ ഖബർ സന്ദർശിച്ചു കൊള്ളുക. അപ്പോൾ എന്തുകൊണ്ട് അന്ന് പാടില്ല എന്ന് പറഞ്ഞു? ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, അന്നത് ശിർക്കിലേക്കുള്ള വസീലയായിരുന്നു. അന്ന് ശിർക്കിലേക്കുള്ള വസീലയായിരുന്നു, അതുകൊണ്ടാണ് പാടില്ല എന്ന് പറഞ്ഞത്. പിന്നെ അവർ ദീനൊക്കെ പഠിച്ചു, ഈമാൻ ഉടച്ചു, തൗഹീദ് ക്ലിയറായി. ഇനി അവർ ഖബർ സിയാറത്തിന് പോയാൽ ഖബറാളിയോട് തേടൂല, ശിർക്കുണ്ടാവില്ല എന്ന് ബോധ്യപ്പെട്ടു. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു ഖബർ സന്ദർശിക്കാൻ പാടില്ല എന്ന്, എന്നാൽ നിങ്ങൾ സന്ദർശിച്ചു കൊള്ളുക. അപ്പോൾ അവിടെ വസിയത്ത് ശിർക്കുണ്ട്. ഫോട്ടോ, രൂപങ്ങൾ, പ്രതിമകൾ, അവിടെ വസിയത്തു ശിർക്ക് പഴയകാലം മുതൽ ഉപയോഗിച്ച് പോന്നിട്ടുണ്ട്. ഇങ്ങനെ പല വിഷയത്തിലും വസിയത്തു ശിർക്ക്, ശിർക്കിലേക്കുള്ള വഴികൾ എന്ന് പ്രയോഗിച്ചതുണ്ട്. ചില സ്ഥലത്ത് ഷിർക്കിനെ കുറിച്ച് തന്നെ അത്തരം പദപ്രയോഗങ്ങൾ കാണാൻ പറ്റും. ചെറിയ ഷിർക്ക്, വലിയ ഷിർക്ക്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്ക്, അല്ലാത്ത ഷിർക്ക് എന്നിവയ്ക്ക് വേർതിരിക്കുന്നിടത്ത് പല സ്ഥലത്തും ഇത്തരം പദപ്രയോഗങ്ങൾ പറഞ്ഞത് കാണാൻ പറ്റും. ചിലത് റിയാ, ലോകമാന്യം, ആളുകൾ കാണാൻ വേണ്ടി ഒരാൾ അമൽ ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഷിർക്കുൻ ഖഫി, ഗോപ്യമായ ഷിർക്ക് എന്ന ഹദീസിൽ തന്നെ പ്രയോഗിച്ചു. ഷിർക്ക് എന്ന പദം ഹദീസിൽ പ്രയോഗിച്ചു. അത് ഓരോ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് ഗൗരവം മനസ്സിലാക്കി ആളുകൾ തെറ്റിപ്പോവാൻ സാധ്യത കണ്ട് ഒക്കെ വ്യത്യസ്തമായ ശൈലികളിൽ ഖുർആനും ഹദീസും പ്രയോഗിച്ചു. ശേഷം പണ്ഡിതന്മാർ അത് പ്രയോഗിച്ചു. അതാണ് അതിലുള്ള വസ്തുത. ബാക്കി സഹോദരൻ ആ മുഖാമം കേട്ടാൽ അത് ബോധ്യപ്പെടും എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.